എത്ര സമയം വേണമെങ്കിലും നമുക്ക് നോക്കിയിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറേ ഇവിടെ വരുന്നവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ആണെങ്കിൽ ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഹലോ, ചാവക്കാട് ബീച്ചിലാണ്. ഗുരുവായൂരിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററാണ് ഈ ബീച്ചിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. കേരളത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പല ബീച്ചുകളിലും കാണപ്പെടുന്ന അത്ര വലിയ മാലിന്യങ്ങളൊന്നുമില്ലാത്ത വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും തനിമയൊക്കെ നിലനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന പരിപാലിക്കുന്ന ഒരു ബീച്ചാണ് ഈ ചാവക്കാട് ബീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഗുരുവായൂരൊക്കെ ക്ഷേത്ര ദർശനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് അവർക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു ബീച്ചാണ് ഈ ചാവക്കാട് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് മത്സ്യബന്ധനമൊക്കെ നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ മത്സ്യബന്ധനം നടക്കുന്നില്ല. അതൊരു സീസൺ അനുസരിച്ച് മാത്രമേ ഇവിടെ അങ്ങനെ ഫിഷിംഗ് നടക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഹാർബറിലെ മനോഹരമായ ആ കാഴ്ചകളിലേക്ക് സ്വാഗതം. വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടാണ് ഈ ബീച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലിയോടെയും ഒക്കെ വന്നിവിടെ സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് വളരെ സന്തോഷകരമാണ്. അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഇവിടെ കളിക്കാനും ചെറിയൊരു പാർക്കാണ് കാണുന്നതെന്ന് തോന്നുന്നു. ശുചിത്വ മിഷൻ്റെ വകയായിട്ട് ഈ ബീച്ചിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഓരോ വേസ്റ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആമയുടെ രൂപമാണ്. ഇവിടെ ബീച്ച് ഫെസ്റ്റ് തുടങ്ങാറായി. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മുതിർന്നവർക്ക് ഇവിടെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ബഗ്ഗി റൈഡുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ 2-3 വർഷമായിട്ട് ഈ വാഹനം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു റൗണ്ട് അടിക്കുന്നതിന് ഒരു 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ 2 പേരാണെങ്കിൽ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത് പറയപ്പെടുന്നത്. ബീച്ച് ഇപ്പോൾ വളരെ നിർജ്ജീവമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വൈകുന്നേരങ്ങളിലാണ് ഈ ബീച്ച് സജീവമാകുന്നത്. കൂടുതൽ ആളുകളൊക്കെ ധാരാളം ആളുകൾ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ ഒരു ഉച്ച സമയത്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ്. സാധാരണ ബീച്ചുകളിലൊക്കെ കാണുന്ന പോലെ ഇവിടെയും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ചെറിയ കുറേ കടകളുണ്ട്. വൽക്കരണമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് വേസ്റ്റുകൾ മറ്റൊക്കെ ഇവിടെ സാധാരണ നമ്മൾ പല ബീച്ചുകളും മുമ്പ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള
മാലിന്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് വളരെ സേഫായിട്ടുള്ളൊരു ബീച്ചാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വലിയ ചില ബീച്ചിലൊക്കെ നമുക്ക് കുറച്ച് ഡേഞ്ചറായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ നല്ല സേഫാണ് ഈ ബീച്ച്. ഇവിടെ കുറേ വള്ളങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട്. ഇവിടുത്തെ മീൻപിടുത്ത സീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ സെപ്റ്റംബർ മുതലാണ് സാധാരണ മീൻപിടുത്തം ഇവിടെ സജീവമാകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ചെറിയ വള്ളങ്ങളാണ് ഇവിടെ പോകുന്നതെല്ലാം, കടലിൽ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും വള്ളങ്ങളും ഒക്കെ ഇങ്ങനെ കരയ്ക്ക് കയറ്റി ഇട്ടിട്ടുണ്ട്. ആളുകളൊക്കെ സാധാരണ നമ്മുടെ എല്ലാ ഹാർബറിലും കാണുന്ന പോലെ ഇവിടെയും തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ളൊരു ഹാളാണ് ഈ കാണുന്നത്. അവരുടെ റെസ്റ്റിംഗ് ഹാളാണ്. തൊഴിലാളികളൊക്കെ അവിടെയൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്കും പണികളൊക്കെ വളരെ കുറവാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം കൂടി വന്നാൽ അവർക്ക് ഒരു മാസത്തെ പണി പോലും കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ലേല ഹാളാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ നിർജ്ജീവമായിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ മത്സ്യബന്ധനം ഇപ്പോൾ നടക്കുന്നില്ല. ഈ മാസം സെപ്റ്റംബർ അവസാനത്തോട് മാത്രമേ ഇവിടെ ആ മത്സ്യബന്ധനം പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഹാർബറിലെ ഒരു പ്രത്യേകത കണ്ടോണം. ഇവിടെ പിടിക്കാവുന്ന മത്സ്യങ്ങളിലെ അവരുടെ വലിപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ചെറിയ വലിപ്പമാണെങ്കിൽ ഇതവർ തിരിച്ച് കടലിലോട്ട് തന്നെ വിടുമെന്നാണ് പറയുന്നത്. വലയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ അവിടെ അതുപോലെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ബോറടിക്കാതെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചാവക്കാട് ബീച്ചിൽ നിന്നുള്ള ആ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിതുവരെ പങ്കുവച്ചത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.